പിണറായി 3.0 അത്തരത്തിൽ വന്നാൽ വരുമോ എന്നറിയില്ല. പിണറായി വിജയൻ തന്നെ വീണ്ടും അല്ലെങ്കിൽ LDF സർക്കാർ വീണ്ടും അധികാരത്തിൽ വരികയാണെങ്കിൽ ആഭ്യന്തരമന്ത്രി പദം റിയാസിനാകും. എന്നിട്ട് ഇപ്പോൾ വിവാദങ്ങളും പരാമർശങ്ങളും ഒന്നും കേൾക്കാത്ത മൂവർ സംഘമുണ്ട്. KN ബാലഗോപാൽ, രാജീവ്, രാജേഷ്, ഇവരെയൊക്കെ പുറന്തള്ളിക്കൊണ്ട് പുതിയ ആളുകളെ പിണറായി, കാരണം ഇവരൊക്കെ വളർന്നു വന്നാൽ അത് മരുമകന് ഭീഷണിയാകും എന്ന് ഭയന്നുകൊണ്ട് ഇവരെയൊക്കെ ശൈലജ ടീച്ചറിനെ വലിച്ചെറിഞ്ഞതുപോലെ ഇവരെയും വലിച്ചെറിയും. പക്ഷേ ഇപ്പോൾ പാർട്ടി പറയുന്നത് അങ്ങനെ പിണറായി 3.0 വന്നാൽ അവർ തീരുമാനിക്കും, പഴയതുപോലെ കാര്യങ്ങൾ പിണറായി തീരുമാനത്തിൽ നടപ്പിലാക്കാൻ അവർ സമ്മതിക്കില്ല എന്നുള്ളതാണ്. മരുമകനെ മുഖ്യമന്ത്രിയാക്കാനുള്ള കളികളായിരിക്കും നടക്കുന്നത്. ഇത് അതിവായനയായിട്ട് നമുക്ക് വിലയിരുത്താൻ പറ്റുള്ളൂ. കാരണം ഒന്ന്, മൂന്നാം പിണറായി സർക്കാർ എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാകാനുള്ള സാധ്യത കുറവാണ്, വളരെ വളരെ കുറവാണ്. അത് ആ രീതിയിലാകാനായിട്ടുള്ള സാധ്യത തീരെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം ജനാധിപത്യത്തിൽ എന്ത് സംഭവിക്കാൻ സാധ്യതകളുണ്ട്. പ്രത്യേകിച്ച് പിണറായി സർക്കാരിനെതിരെ നിലനിൽക്കുന്ന ഒരു ആൻറ്റി ഇൻക്യുമൻസി ഫാക്ടർ എന്ന് പറയുന്നത്, എന്നുവെച്ചാൽ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത് ശക്തമാണ്. പക്ഷേ അത് വേണമെങ്കിൽ ഡൈവേർജ് ചെയ്തു പോവാം. കാരണം ആ വികാരത്തിൻ്റെ പാതി കോൺഗ്രസിനും പാതി BJPക്കുമാണ് ലഭ്യമാകുന്നതെങ്കിൽ വീണ്ടും ഒരു മൂന്നാം ഊഴത്തിൻ്റെ സാധ്യതകൾ അവിടെ നമുക്ക് കാണാൻ പറ്റും. കാരണം അത് സാങ്കേതികമാണ്. ആ വിജയം എന്ന് പറയുന്നത് സാങ്കേതികമായിട്ട് മാത്രമേ അങ്ങനത്തെ ഒരു വിജയത്തെക്കുറിച്ച് നമുക്ക് കണക്കാക്കാൻ പറ്റുള്ളൂ. കാരണം ഇതിങ്ങനെ രണ്ടായിട്ട് പിളർന്നു പോയാൽ മാത്രമാണ് ഇടതുപക്ഷത്തിൻ്റെ വിജയസാധ്യത ഇവിടെ ഉണ്ടാകുന്നുള്ളൂ. അല്ലെങ്കിൽ ഇടതുപക്ഷം പരാജയപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ പിന്നെ മൂന്നാം സർക്കാർ ഇല്ല എങ്കിൽ നമുക്ക് മൂന്നാം സർക്കാരിലെ ആഭ്യന്തരമന്ത്രിയെക്കുറിച്ച് സ്വപ്നം കാണേണ്ട കാര്യമില്ല. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ CPMനകത്ത് നിലനിൽക്കുന്ന ചില രാഷ്ട്രീയ രൂപപ്പെടലുകളുടെ ബഹിർഗമനങ്ങളാണ് ഈ അഭിപ്രായ പ്രകടനങ്ങൾ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം കുറേ നാളുകളായിട്ട് എന്ത് വിഷയമുണ്ടാകുമ്പോഴും ആ വിഷയത്തിൽ മരുമനും അതേപോലെ അമ്മായിയപ്പനും എന്ന് പറയുന്ന പ്രയോഗം വളരെ കൂടുതലായിട്ട് നടക്കുന്നുണ്ട്. പിണറായി വിജയൻ്റെ എന്ത് വിഷയത്തിലും പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്യാൻ എത്തിച്ചേരുന്നത് മുഹമ്മദ് റിയാസാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ അവർ തമ്മിലുള്ള ആ റിലേഷൻസിൻ്റെ കൂടി ഒരു പ്രൊജക്ഷനായിട്ടാണ് രാഷ്ട്രീയത്തിൽ പിന്നീട് പ്രകടമാകും. അപ്പോൾ ഇത് സാധ്യമാകുമോ എന്ന് ചോദിച്ചാൽ CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയെ നമ്മൾ പരിഗണിക്കുകയും പരിശോധിക്കുന്ന സമയത്ത് ഇത് സാധ്യമാകില്ല എന്ന് തന്നെയാണ് കരുതേണ്ടത്. കാരണം ഈ പാർട്ടിക്കകത്ത് ഇതുവരെ പലതരത്തിലുള്ള ആരോപണങ്ങളും പലതരത്തിലുള്ള പ്രശ്നങ്ങളും പാർട്ടിക്കെതിരെ ഉയർന്നിരുന്ന ഘട്ടത്തിലൊന്നും തന്നെ ഈ ഡൈനാസ്റ്റി റൂൾ എന്ന് പറയുന്നത് അതിൻ്റെ മേലൊരിക്കൽ പോലും പതിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. എന്നുവെച്ചാൽ അച്ഛൻ ഭരണാധികാരിയാണ്, അതിൻ്റെ പിന്നാലെ മകൻ ഭരണാധികാരിയാകുന്ന ഒരു സ്ഥിതി. അത് അങ്ങനെ നമ്മൾ ഇതുവരെയും കേരളത്തിലെ CPM പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാനായിട്ട് കഴിയില്ല. എത്രയോ പ്രഗത്ഭരായിട്ടുള്ള നേതാക്കന്മാർ CPMനുണ്ടായിരുന്നു, അവരുടെ മക്കളാരും തന്നെ അധികാരത്തിലെത്തിയതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അതുതന്നെ ആ പാർട്ടിയുടെ ഒരു പ്രത്യേക സ്ട്രക്ചറിൻ്റെ ഫലമായിട്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. പലതരം സഹായങ്ങളൊക്കെ പലർക്കൊക്കെ ചെയ്യാറുണ്ടാവും. പക്ഷേ അധികാരത്തിലേക്ക് ഇങ്ങനെ അധികാര സിംഹാസനത്തിൽ ഇങ്ങനെ പതുക്കെ കൈപിടിച്ചുകൊണ്ട് ഇരുത്തുന്നൊരു സ്ഥിതി ഇതിനകത്തില്ല. കോൺഗ്രസ്സിൽ നമുക്കറിയാം കരുണാകരൻ്റെ മകൻ, കരുണാകരൻ്റെ മകള്, ഉമ്മൻചാണ്ടിയുടെ മകൻ, പിന്നെ കാർത്തികേയൻ്റെ മകൻ, അങ്ങനെ നമ്മൾ എടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഉമാ തോമസ്, അങ്ങനെ എല്ലാ ആളുകളും ഈ രീതിയിൽ തന്നെയാണ് അതിൻ്റെ അകത്ത് കടന്നു വരുന്നത്. ബഹുഭൂരിപക്ഷം അങ്ങനെയാണ്. അത് സ്വീകാര്യമായ രീതിയുമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ തന്നെ ഉപതെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൗക്കത്ത് വരുമ്പോൾ അത് ആര്യാടൻ മുഹമ്മദ് എന്ന് പറയുന്ന വലിയ കോൺഗ്രസ് നേതാവിൻ്റെ മകൻ എന്ന നിലയ്ക്ക് അദ്ദേഹം കടന്നു വരുന്നതാണ്. അപ്പോൾ എല്ലായിടത്തും അവിടെ അങ്ങനത്തെ ഒരു സ്ഥിതി ഏതാണ്ട് സ്ഥിരപ്രതിഷ്ഠയോടുകൂടി നിൽക്കുന്നതാണ്. പക്ഷേ ഇപ്പുറത്ത് അങ്ങനെ ഇല്ല. അതിഞ്ഞ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് പിണറായി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് അദ്ദേഹത്തിനെതിരെ ഉയർത്തപ്പെട്ടിരിക്കുന്ന വലിയ ആക്ഷേപം. അതിൻ്റെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഈ തീരുമാനത്തിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരുന്നതിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകളും നല്ല പങ്കുവഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പാർട്ടിക്ക് ഏൽക്കേണ്ടി വന്ന പല പരിക്കുകളിൽ ഒന്ന് എന്ന് പറയുന്നത് ഇത്തരത്തിൽ സംഭവിച്ചാണ്. കോടിയേരി ബാലകൃഷ്ണൻ ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മക്കളൊക്കെ അദ്ദേഹത്തിനെ ശരിപ്പെടുത്തിയിരുന്നു. പിണറായി വിജയൻ്റെ മോളും അതേപോലെ തന്നെ മരുമോനുമൊക്കെ ഈ തരത്തിൽ പ്രശ്നങ്ങളുണ്ടാക്കി ഇവിടെ ഒരു ഡൈനാസ്റ്റി
റൂളിൻ്റെ സ്വാധീനം അല്ലെങ്കിൽ അതിൻ്റെ വരവിനെ എങ്ങനെ ക്ഷണിച്ചു വരുത്തുന്ന കാഴ്ച കാണും. അപ്പോൾ അതിനെതിരെ അതിശക്തമായിട്ട് 3 പേർ, നേരത്തെ സൂചിപ്പിച്ച ബാലഗോപാലായാലും രാജീവ് ആയി കഴിഞ്ഞാലും അതോടൊപ്പം തന്നെ രാജേഷ്, ഇവർ 3 പേരും കൂടിയാണ് ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്ന, വിവാദങ്ങളൊന്നും പെടാത്തതായിട്ടുള്ള ചെറുപ്പക്കാരാണ്. അല്ലെങ്കിൽ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭാവിയാണ് വെട്ടിമാറ്റാനായിട്ട് റിയാസ് വഴി നടക്കുന്നത് എന്ന് പറയുന്നത്, ചർച്ച നടക്കുന്ന ആഭ്യന്തരമന്ത്രി റിയാസ് എന്ന് പറയുന്നത് കേൾക്കാനൊക്കെ കൊള്ളാവുന്നൊരു കാര്യമാണ്. പക്ഷേ അത് നടക്കും എന്ന് ഞാൻ എന്തായാലും കരുതുന്നില്ല എന്നുള്ളതാണ്. കാരണം അത് ഒരിക്കലും സംഭവിക്കാത്തൊരു കാര്യമായിട്ടൊന്നും അല്ല ഞാൻ പറയുന്നത്. അതൊക്കെ വേണമെങ്കിൽ സംഭവിച്ചേക്കാം. പക്ഷേ നമ്മൾ സാധാരണ രീതിയിൽ ഇത് അനാലിസിസ് നടത്തുന്ന സമയത്ത് അല്ലെങ്കിൽ പരിശോധിക്കുന്ന സമയത്ത് അങ്ങനത്തെ സാധ്യത നമുക്ക് തള്ളിക്കളയാം എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. 2 കാര്യങ്ങൾ. ഒന്ന്, 3ാം ഭരണം എന്ന് പറയുന്നത് നടക്കാൻ സാധ്യത കുറവാണ്. 3ാം ഭരണം വന്നാൽ തന്നെ പിണറായി ഉണ്ടാവുമോ ആ 3ാം ഭരണത്തിൻ്റെ ഘട്ടത്തിൽ എന്നൊക്കെ ഉള്ളത് സംശയത്തിൻ്റെ മുന്നിൽ തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. കാരണം 3ാമതും പക്ഷേ നമ്മൾ ഗോവിന്ദ മാസ്റ്ററുടെയും അതേപോലെ തന്നെ മറ്റു പലരുടെയൊക്കെ പ്രസ്താവനകൾ കേട്ടാൽ പാർട്ടിയെ ഇനി നയിക്കുന്നത് പിണറായി തന്നെയാണെന്ന് പറയും അല്ലേ. അഖിലേന്ത്യാ സെക്രട്ടറി MA ബേബി അതൊക്കെ പറയുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആര് നയിക്കുമെന്നൊന്നും നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കേരളത്തിൽ രാഷ്ട്രീയത്തെ നയിക്കാനായിട്ട് ശക്തരായിട്ടുള്ള നേതാക്കളുടെ അഭാവം തന്നെയാണ്. പിണറായി എന്ന് പറയുന്ന ഒരു പ്രത്യേക സ്റ്റാച്ചറുള്ള വ്യക്തി കഴിഞ്ഞാൽ പിന്നീട് CPM-ലും അതേപോലെ തന്നെ പുറത്തൊന്നും ആരുമില്ല. അതുകൊണ്ട് മാത്രമാണ് ഈ അദ്ദേഹത്തിന് വീണ്ടും ഒരു 3ാം നായകത്വം കൽപ്പിക്കപ്പെടുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ചുകൂടി ഈ രാഷ്ട്രീയത്തിൽ കുറച്ച് സ്വാധീനമുള്ള, അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക, ഈ റിയാസിനേക്കാൾ കുറച്ചുകൂടി പ്രവർത്തന പരിചയമുള്ളവരാണ് M സ്വരാജും ഷംസീറും. ഇവരെ ഒതുക്കിക്കൊണ്ടാണ് മരുമകനെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാക്കി കൊണ്ടുവന്നത്. അപ്പോൾ ഒതുക്കി മറ്റുള്ളവരെ അല്ല തനിക്കൊപ്പം നിൽക്കുന്നവരെ പിന്നെ കൊണ്ടുവരിക എന്നുള്ളൊരു നിലപാട് പിണറായി തുടക്കത്തിലേ എടുത്തു. ഒരു ആത്യന്തികമായ ലക്ഷ്യം മരുമകനെ കേരള മുഖ്യമന്ത്രി ആക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ ഒതുക്കൽ, പ്രത്യേകിച്ച് ശൈലജ ടീച്ചറിനെയൊക്കെ ഒതുക്കിയപ്പോൾ വലിയ വിമർശനങ്ങൾ പാർട്ടിക്കുള്ളിൽ വന്നു. CPM-ൻ്റെ ഒരു പ്രധാന കാര്യമെന്ന് പറയുന്നത് പാർട്ടിക്കുള്ളിൽ പുകയുന്നതൊന്നും വലുതായിട്ട് പുറത്ത് ആൾ കത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ കോൺഗ്രസ് പാർട്ടിയെ പോലെ ചീഞ്ഞ് നാറിക്കില്ല എന്നുള്ളതാണ് അവരുടെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. വലിയ ആളിക്കത്തൽ നടക്കുന്നുണ്ട്, പക്ഷേ അതിൻ്റെ ഒരു ചെറിയ തരി പോലും പുറത്തേക്ക് വരുന്ന സാധ്യതകൾ വളരെ കുറവാണ് എന്നുള്ളത്. അപ്പോൾ ഈ സ്വരാജും ഷംസീറും ഒക്കെ പിന്നെ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് രംഗത്ത് വന്നാൽ, കാരണം അവസരങ്ങൾ അവർക്ക് കൊടുക്കാതെ ഇന്നലെ കയറി വന്ന മരുമകനെ പദവികളിലേക്ക് കൊടുത്ത് ഉയർത്തിക്കൊണ്ട് പോകുമ്പോൾ സ്വാഭാവികമായും ഒരു പ്രശ്നം അവിടെ ഉണ്ടാകാനുള്ള സാധ്യതയില്ലേ? അവിടുത്തെ ഇപ്പോഴത്തെ പ്രശ്നം, പാർട്ടിയിൽ വേരുകളുള്ള നേതാക്കന്മാർ വേറെ ഇപ്പോൾ പാർട്ടിയിൽ ആരുമില്ല. വേര് പിടിക്കണമല്ലോ പാർട്ടിക്കകത്ത്. അങ്ങനെ വേര് പിടിച്ച നേതാക്കളെയൊന്നും നമുക്ക് അതിനകത്ത് ഇപ്പോൾ കാണാനായിട്ട് കഴിയില്ല. കാരണം സ്വരാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടും ജനകീയനല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അണികളുമായിട്ട് കാര്യമായിട്ട് ബന്ധമൊന്നുമില്ല എന്നുള്ളതാണ്. ഷംസീറാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രദേശത്ത് എന്ന് വെച്ചാൽ തലശ്ശേരി അതേപോലെ തന്നെ ആ പ്രദേശങ്ങളുമായിട്ടുള്ള ബന്ധത്തിനപ്പുറത്തേക്ക് ബന്ധമില്ല. എല്ലാവരുടെയും സ്ഥിതി അത് തന്നെയാണ്. ഇപ്പോൾ രാജീവ് ആയിക്കഴിഞ്ഞാൽ ഇവിടെ, രാജേഷ് ആയിക്കഴിഞ്ഞാൽ പാലക്കാട്, അങ്ങനെ എല്ലാ ആളുകൾക്കും ചെറിയ ഒരു പോക്കറ്റിൽ മാത്രമാണ് അണികളിൽ സ്വാധീനം ചെലുത്താൻ. റിയാസിൻ്റെ സ്ഥിതി അത് തന്നെയാണ്. എല്ലാവരുടെയും സ്ഥിതി അതാണ്. അതുകൊണ്ട് റിയാസിനും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനായിട്ട് കഴിയില്ല. അതിനേക്കാൾ കൂടുതൽ ശക്തി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഇപ്പോഴും കണ്ണൂർ ലോബിയുടെ ഭാഗമായി നിൽക്കുന്നതായിട്ടുള്ള ചില നേതാക്കൾക്കുണ്ട് എന്നുള്ളതാണ്. അതിപ്പോൾ ആ പാർട്ടിയുടെ ഇപ്പോഴത്തെ ഒരു സ്വഭാവ സവിശേഷതയുടെ ഭാഗമാണ്. മുൻപ് ഈ നേതാക്കളിങ്ങനെ ഉയർന്നു വരുന്ന സമയത്ത് അവർ നിരന്തരമായിട്ട് സമരം ചെയ്ത് പോരാട്ടം നടത്തി പോലീസിൻ്റെ തല്ലുകൊണ്ട് ഒക്കെ വളർന്നു വരുമ്പോൾ അവർക്ക് ജനകീയ ബന്ധം വളരെ കൂടുതലായിരുന്നു. ജനങ്ങളുടെ സ്വാധീനം വളരെ കൂടുതലായിരുന്നു. പാർട്ടിയിൽ സ്വാധീനം വളരെ കൂടുതലായിരുന്നു. അത്തരത്തിൽ പാർട്ടിയിൽ സ്വാധീനമുള്ള ഒരു നേതാവ് ഇപ്പോൾ യഥാർത്ഥത്തിൽ CPM-ൽ ഇല്ല എന്നുള്ളത് CPM-ൻ്റെ ഒരു പരാജയമാണ് ശരിക്കും പറഞ്ഞ്. ആ പരാജയം കൊണ്ട് കൂടിയാണ് പിണറായിക്ക് വളരെ നല്ല രീതിയിൽ ഒരു ക്യാപ്റ്റൻ എന്ന് പറയുന്ന പദവിക്ക് അനുസൃതമായിട്ടുള്ള രീതിയിലുള്ള സ്ഥാനം അതിനകത്ത് കൽപ്പിച്ചു കൊടുക്കപ്പെടുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ യഥാർത്ഥത്തിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ CPM-ന് ഒരു സെക്കൻഡ് ലീഡർഷിപ്പ് എന്ന് പറയുന്നതില്ല. അതിൻ്റെ അഭാവത്തിലാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഇങ്ങനെ രൂക്ഷമായിട്ട് നിൽക്കുന്ന. എല്ലാ സ്ഥലങ്ങളിലുള്ളവരെയും സ്വാധീനിക്കാൻ പറ്റുന്ന നേതാവില്ല. അതാണ് പ്രശ്നം.